പലരും പറയാറുണ്ട് തലമുറയെ പാകപ്പെടുത്തുക എന്ന ദൗത്യമാണ് വിദ്യാഭ്യാസത്തിന്റേതെന്ന്. എന്നാൽ ഉപജീവനം തേടി മണലാരണ്യത്തിലെത്തിയ പ്രവാസി പുതുതലമുറയുടെ കാര്യത്തിൽ ഈ ദൗത്യം എത്രമാത്രം നിർവഹിക്കപ്പെടുന്നുണ്ട്? ഫ്ളാറ്റുകളിലും ക്ലാസ് മുറികളിലും ട്യൂഷൻ കേന്ദ്രങ്ങളിലുമായി നല്ലൊരു സമയം ചെലവിടുന്ന പ്രവാസി പുതുതലമുറ അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൽ സംതൃപ്തരാണോ? രക്ഷിതാക്കളും സ്കൂൾ നടത്തിപ്പുകാരും കരിയർ സാധ്യത മാത്രം മുന്നിൽ കാണുമ്പോൾ ഈ കുട്ടികൾക്ക് സർഗാത്മകതയും സാമൂഹിക ബോധവും പാഠ്യേതര മേഖലകളും അന്യമാകുന്നുണ്ടോ? സങ്കടം ഇത് മാത്രമല്ല, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പരിധിക്ക് പുറത്താണ് പ്രവാസ ലോകത്തെ ഈ പുതുതലമുറയും. വിദ്യാഭ്യാസ നയരേഖയിൽ എവിടെയും ഇടം കിട്ടാതെ പോകുന്നവർ. നാട്ടിലാകട്ടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് NRI കോട്ടയിൽ പണം കൊയ്യാനുള്ള പ്രതിനിധികൾ മാത്രമായി തീരുന്നു ഇവർ. സർക്കാർ വക പാഠ്യേതര മേഖലയിലെ ഒരു അജണ്ടയിലും ഈ വിഭാഗം പരിഗണിക്കപ്പെടുന്നത് പോലുമില്ല. ഉപരിപഠനത്തിനായി കേന്ദ്രം ആവിഷ്കരിച്ച NRI സർവകലാശാല പോലും അട്ടിമറിക്കപ്പെടുകയാണ്. ഗൾഫിൽ കുടുംബങ്ങളായി കഴിയുന്ന ഇടത്തരം പ്രവാസികളുടെ അവസ്ഥയാണ് ദയനീയം. മക്കളുടെ പഠനം അവരുടെ മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഈ വിഭാഗത്തെ കൂടുതൽ പിഴിയാൻ ചില സ്കൂളുകളും ട്യൂഷൻ ലോബികളും പരീക്ഷാ ഏജൻസികളും സജീവമാണ്. എന്നിട്ടും ചെലവിടുന്ന പണത്തിനനുസരിച്ച് മതിയായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുണ്ടോ? സ്കൂളുകളിലും പുറത്തും നിലനിൽക്കുന്ന അന്തരീക്ഷം കുട്ടികൾക്ക് എത്ര കണ്ട് ഉപകരിക്കുന്നുണ്ട്? പ്രാപ്തരായ അധ്യാപകരും മെച്ചപ്പെട്ട സിലബസും ഇനി എന്നാവും ഇവർക്ക് ലഭിക്കുക? ഗൾഫ് കലാലയങ്ങളുടെ ഉള്ളറകൾ അന്വേഷിക്കുകയാണ് ടി ടോക്ക്. ഗൾഫ് കലാലയങ്ങളും പ്രവാസി പുതുതലമുറയും. Come let's chat on Sanford Tea Talk. It's me Chris with you. ഇന്നത്തെ ടി ടോക്കിൽ KR സുരേന്ദ്രൻ നായർ, ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഡയറക്ടർ, തിരുവല്ല ഓതറ സ്വദേശി, കഴിഞ്ഞ 30 വർഷമായി UAE. കേരള ഗവൺമെന്റിന്റെ 10ാം തരവും 12ാം തരവും പരീക്ഷാ നടത്തിപ്പിന്റെ UAE കോർഡിനേറ്ററാണ്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്നു. സതീഷ് കുമാർ, പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശി, കഴിഞ്ഞ 7 വർഷമായി UAE. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറായി ജോലി ചെയ്യുന്നു. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ പാരന്റ് കൗൺസിൽ സെക്രട്ടറി കൂടിയാണ്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസം. ബഷീർ തീക്കോടി, കോഴിക്കോട് തീക്കോടി സ്വദേശി, കഴിഞ്ഞ 24 വർഷമായി UAE. ഗൾഫിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഈ എഴുത്തുകാരൻ ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു. റീന സലീം, കഴിഞ്ഞ 12 വർഷമായി UAE. തൃശൂർ സ്വദേശിനിയായ റീന ദുബായിലെ ഒരു പ്രമുഖ സ്കൂളിൽ പ്രൈമറി സെക്ഷൻ അക്കാഡമിക് സൂപ്പർവൈസറാണ്. ഒപ്പം ദുബായ് KMCC വനിതാ വിഭാഗം പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പ്രൈമറി ലെവലിൽ തന്നെ എടുക്കാം. കുട്ടികളെ ഒരു ടെർമിനൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ എക്സാമിനേഷൻ 1 വർഷം മുഴുവനും പഠിക്കുന്നത് 2 മണിക്കൂർ കൊണ്ട് അസസ് ചെയ്യുന്ന ഒരു രീതി മാർക്ക് ഓറിയന്റഡ് ആണോ, അതോ അവരുടെ ഇന്റലക്ച്വൽ കോഷ്യന്റോ അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോപ്പർ അസസ്മെന്റ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ് കുറയ്ക്കാനാണ് കുട്ടികളുടെ. അതായത് ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, ഈ റാങ്കിങ് അങ്ങനെയുള്ള ഫസ്റ്റ് നമ്മൾ ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നു. പിന്നെ ഇപ്പോഴാണ് വളരെ കീനായിട്ട് നമ്മൾ ഈ CCE ചെയ്യാൻ തുടങ്ങിയത്. മേ ബി ലാസ്റ്റ് 4 years അതാണ് കറക്റ്റ് തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ CBSE ഇത് കൊണ്ടുവന്നത് വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ്. അതായത് കുട്ടികളുടെ മാനസികമായിട്ടും അക്കാഡമിക്കൽ മാത്രമല്ല അവിടെ എല്ലാ തരത്തിലുള്ള ടാലൻസും. അതായത് ഇപ്പോൾ പ്രൈമറി പഠിക്കുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ 22 ടൂൾസ് വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. അതിൽ കുട്ടിയുടെ റീഡിങ് റൈറ്റിംഗ് മാത്രമല്ല, ക്രിയേറ്റിവിറ്റി മാത്രമല്ല, ഈവൻ ഈ വോയിസ് മോഡുലേഷൻ പോലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ആക്റ്റീവ്നെസ്, ഇപ്പോൾ ഒരു ആക്ടിവിറ്റി, എല്ലാ ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കൃഷിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ റാസൽ കൈമയിലും അതുപോലെ അലൈനിലും ഒക്കെ ഈ കൃഷി കാണാനും പ്ലാന്റിങ് കാണാനും ഒക്കെ പോയിട്ടുണ്ട്, ഫാമിംഗ് കാണാനും ഒക്കെ. അല്ല, അതൊരു പോസിറ്റീവ് സൈഡായിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ജന്മന വീക്ക്നെസ്സസ് ഉണ്ട്. ഈ വീക്ക്നെസ്സസ് എങ്ങനെ മനസ്സിലാക്കുന്നു? അത് ടീച്ചേഴ്സ് ആദ്യ ട്രെയിൻ ടു ഡു ദാറ്റ് ഉണ്ട്. ഇവിടെ സെൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. അതിലെല്ലാം വരും, ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെയും വരും വീക്ക്നെസ്. അതിപ്പോൾ ഇപ്പോൾ ഈ സെൻ കാറ്റഗറി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അക്കാഡമിക്കലി വീക്ക് ആയിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, ചിലപ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയറലായിരിക്കും അല്ലെങ്കിൽ ഇമോഷണൽ ആയിരിക്കും. അപ്പോൾ അത് കണ്ടെത്താനുള്ള നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. കുട്ടികൾക്ക് വീക്കായിട്ടുള്ള കുട്ടികൾ അവർ ഏത് തരത്തിലാണ് വീക്കായിട്ടുള്ളത്. ചിലപ്പോൾ അതിന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം കാരണം. അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുറച്ചു കാലം പഠിച്ച് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ബിക്കോസ് ഓഫ് ദാറ്റ് അവർക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ നന്നായി ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു മലയാളത്തിൽ നല്ല മാർക്ക് മേടിക്കും. അപ്പോൾ ആ ഒരു ഇംബാലൻസിങ് അവിടെ വരുന്നുണ്ട്.
അപ്പോൾ എന്താണെന്നുള്ളൊരു കറക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ ടീച്ചേഴ്സ് നടത്തുന്നുണ്ട്. അതിന് ഈ ടൂൾസ് എല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ടൂൾസിലും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. കാരണം പണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടീച്ചർ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ബഷീർക്കൊക്കെ പറഞ്ഞ പോലെ ഗുരുമുഖത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ച് അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഒരു കുട്ടിയെ അസസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ലേസി ടീച്ചറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു ലേസി ടീച്ചറാണെങ്കിൽ എനിക്കൊരു പക്ഷേ ഈ ടൂൾസിൽ 10 മാർക്ക് എന്ന് സാർ പറഞ്ഞില്ലേ, 10 മാർക്ക് ഇപ്പോൾ 8 മാർക്ക് എനിക്ക് കുട്ടിയെ വെറുതെ ഇടാം. എനിക്കത് ഇപ്പോൾ ഒരു സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എൻ്റെ ടീച്ചർ ഈ കുട്ടിയെ അസസ് ചെയ്ത് ശരിയാണോ എന്ന്. അപ്പോൾ അങ്ങനെയും ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ടൊരു രീതിയിൽ ഒരു അസസ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല, സത്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു CC വന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സിന്. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളത് കാണിക്കുന്നില്ല. ആ ഒരു ആക്യുറസിയോ അല്ലെങ്കിൽ അവരുടെ ആ അസസ്മെൻറ്റ് മാർക്കിൽ കൊടുത്തിട്ടുള്ള ഗ്രേഡ് പ്രകാരം അല്ല ഇവിടെ വരുന്ന കുട്ടികൾ. അവർ ഒരുപക്ഷെ അതിൻ്റെ ബിലോ ആയിട്ടാണ് വരുന്നത് മിക്കവാറും. ഇവിടെ നിന്ന് ഞങ്ങളെ പോലെ ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ്ങും നമ്മുടെ ഗവൺമെൻറ് തരുന്നില്ല. ആ കാര്യത്തിൽ ഒരു ട്രെയിനിങ് നമുക്ക് തരുന്നില്ല. പൈസ മുടക്കിയാൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അതിനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നല്ല ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിനറെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഈ ഒരു ഉന്തിനിടയിൽ 2 തള്ളെന്ന് പറയുന്ന മാതിരി ഒന്നിന് പകരം 5 പേരാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നൊരു സ്ക്രീനിങ് നടത്തി കൊള്ളാവുന്ന 3 പേരെ എടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലി ഗുഡ്. നമ്മുടെ 5 പേരിലും അങ്ങനെ ഉണ്ടായിരുന്നതിൽ എന്ത് നീണ്ടിരുന്നതിനും ഭീമൻ്റെ മാതിരി. പക്ഷെ അത് നടക്കത്തില്ല. നമ്മളൊരു നല്ല 3 പേരെ സെലക്ട് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി കഴിയുന്ന സമയത്തൊക്കെ വന്ന് ട്രെയിനിങ് കൊടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാ സ്കൂളും ആവശ്യപ്പെടുന്നുമുണ്ട്. നമ്മളതിൻ്റെ ശ്രമത്തിലാണ്. കാരണം അത് ആവശ്യമാണെങ്കിൽ മാത്രമേ ഈ ഓരോ സമയത്ത് വരുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് വേണ്ട ട്രെയിനിങ്. പക്ഷേ കേരളത്തിൻ്റെ വർക്ക് ബുക്ക് ഫോർ ടീച്ചേഴ്സ് അത് നോക്കിയാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതികളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ കുട്ടികളെ അസസ് ചെയ്യാമെന്നും എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള രീതിയെന്നും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാം മോശമെന്നൊക്കെ ആരോ പറയുന്നുള്ളൂ. പക്ഷേ വിദ്യാഭ്യാസം ബെസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നതുമാണ്. പക്ഷേ ഈ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ശരിയായിട്ട് പോകുന്നതിനെ തുരങ്കം വെക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് മാത്രമാണ് നേരത്തെ ടീച്ചറോട് ചോദിച്ച ആ ചോദ്യം തന്നെ ഞാൻ സാറോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വർക്ക് ബുക്ക് അനുസരിച്ച് അവർക്ക് ഇത്രയും ചെയ്യണം, കുട്ടികൾ എങ്ങനെ അസസ് ചെയ്യണം, ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്ക് നോക്കുമ്പം ദേ നീഡ് ടു ബി പെയ്ഡ് മോർ. പക്ഷെ എന്തുകൊണ്ടാണ് ദേ ആർ പെയ്ഡ് ലെസ്? അത് വെറുമൊരു ആക്ഷേപമാണോ? ആർ ദേ പെയ്ഡ് വെൽ? വളരെ പണ്ട് സാംബശിവം പറഞ്ഞ മാതിരിയാണ് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ കൃഷ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചുള്ള സ്കൂളിൻ്റെ ഒരു അതേ തലത്തിലിരിക്കുന്നതുകൊണ്ട് എനിക്കത് യഥാർത്ഥമായ മറുപടി പറയാൻ പറ്റും. എന്നിരുന്നാൽ തന്നെയും വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിന് ഹൈലി ക്വാളിഫൈഡ് ആൻഡ് ലെസ് പെയ്ഡ് എന്ന് മീഡിയ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ടീച്ചേഴ്സ്. ഒരു തരത്തിൽ അത് സത്യവുമാണ്. ദേ ആർ നോട്ട് ഗെറ്റിംഗ്, ബഷീർ പറഞ്ഞ മാതിരി ആ പ്രശ്നങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിലുള്ളതെല്ലാം അതിജീവിക്കുവാൻ അവർക്ക് വളരെയധികം വിഷമങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള രീതി കൊണ്ടാണ്. പണ്ടൊക്കെ ലേഡീസ് മാത്രമേ ഉണ്ട്, ഇന്ന് ജെൻസും ഇറങ്ങി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് 2 പേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ഇനിയും ടീച്ചേഴ്സിന് കിട്ടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കൊടുക്കണം. പിന്നെ ഈ ഫീസിൽ വരുന്ന ഈ വ്യതിയാനം അതൊരു വലിയ ഘടകമാണ്. നമ്മുടെ സ്കൂളിൽ 200 രൂപ ഫീസ് വാങ്ങിക്കുമ്പം നമ്മളൊരു പക്ഷേ 3000 ദിർഹംസാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ 400 രൂപ ഫീസ് വാങ്ങിക്കുന്ന ആൾ 3500 രൂപയെ കൊടുക്കുന്നുള്ളൂ. സോ നമ്മുടെ സ്കൂൾ ഫീസ് സ്ട്രക്ചർ ആൻഡ് സാലറി സ്ട്രക്ചർ വൈസ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഓഫ് എ ഹയർ ലെവൽ. പക്ഷേ വേണ്ട രീതിയിൽ ഇപ്പോഴും അവർക്ക് കിട്ടുന്നില്ല. കൊടുക്കേണ്ട തീർച്ചയായിട്ടും നമ്മളത് പറയാറുണ്ട്. കഴിയുന്നിടത്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നതുകൊണ്ട്. ബട്ട് ബിക്കോസ് ഓഫ് ദിസ് ഫാക്ട് അവർ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് ലെസ് പെയ്ഡ് എന്നുള്ള രീതി മാറ്റി 10ാം ക്ലാസ് പോലും പഠിക്കാതെ ഇവിടെ വന്ന് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി നല്ല രീതിയിൽ പോകുന്ന എത്രയോ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരുപക്ഷെ അവരുടെ വിധിയുടെ ഒരു കളിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച്. എന്തായാലും ആ ഒരു വിഷയത്തിൽ നമുക്ക് തിരിച്ചു വരാം. ഒരു ചെറിയൊരു ഇടവേള. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ ഓൺ സാൻഡ് ഫോർ ടി ടോക്ക്. ഇറ്റ്സ് മീ ക്രിസ് വിജി. കാളിദാസൻ ഒരിക്കൽ വിദ്യാർത്ഥിയുടെ ഒരു ലക്ഷണം പറയുന്നുണ്ട്. ഈ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് കാകചേഷ്ട, അല്പാഹാരം, ഭഗധ്യാനം, ശ്വാനനിദ്ര അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയുന്നു വിദ്യാർത്ഥിരേവ കുതോ സുഖം. എന്തിനാണ് അവൻ സുഖിക്കേണ്ടത്? സുഖാർത്ഥിരേവ കുതോ വിദ്യ. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദേ ആർ കംപ്ലീറ്റ്ലി ഇൻ കംഫർട്ട്. എന്നിട്ടും അവർ എഡ്യൂക്കേഷനിൽ ശരിയായ രീതിയിൽ എത്തുന്നുണ്ടോ? എന്താണ് ആസ് എ പാരന്റ് ഡു യു തിങ്ക്
children need so much of comforts? അല്ല, അതൊരു വാസ്തവമാണ്. ഇവിടെ നമ്മളെല്ലാവരും തന്നെ കുട്ടികൾക്ക് മാക്സിമം കംഫർട്ട് കൊടുത്ത് അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനാണ് പരിശ്രമിക്കുന്നത്. അത്രയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സ്വയം ചില കാര്യങ്ങൾ ചെയ്യാനും അവരെ പ്രേരിപ്പിക്കുകയും അതവർ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ സ്വയം ചെയ്യാനും ഒക്കെ അവരെ പഠിപ്പിക്കുകയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതാണ്. എനിക്കറിയാം പല പേരൻസും ഇവിടുന്ന് +2 ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് അല്ലെങ്കിലൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാവുന്ന ഒരു പേരൻറ്റ് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒരു AC റൂം എടുത്ത് ഒരു AC കാറും ഒരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്തു. എൻട്രൻസ് ക്ലാസ്സിന് കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയും കംഫർട്ട് കൊടുത്തു. പക്ഷേ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അത് വേറെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. കാരണം അന്ന് കാളിദാസൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അത് ശരിയാ, തീർച്ചയായിട്ടും. ഒരുപാട് സതീഷ് പറഞ്ഞ വളരെ സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ കംഫർട്ട് കൊടുക്കണം. അതിനാണ് ഒരു രക്ഷാകർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതാണ്. ഈ സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ AC റൂമിൽ താമസിക്കുന്ന ഒരു കുട്ടി നാട്ടിൽ ചെന്നിട്ട് ഒരു ടോയ്ലറ്റ്, ഒരു കോളേജ് ഹോസ്റ്റലിൻ്റെ ടോയ്ലറ്റ് കണ്ടാൽ അന്ന് തന്നെ തിരിച്ചുപോയി വേറെ വീടെടുത്ത് താമസിക്കണമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ്. അത്രയും കംഫർട്ടൊക്കെ ഒരുപക്ഷെ അവർ അതുമായിട്ട് പരിചയപ്പെടാത്തതുകൊണ്ടായിരിക്കും. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇവിടെ യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് ഈ 2 മാസം അല്ലെങ്കിൽ 1 മാസം അവധിയോ കിട്ടുമ്പോൾ ഈ കുട്ടികളെ നാട്ടിൽ കൊണ്ടുപോവുകയും നാട്ടിലെ പല പ്രദേശങ്ങളിൽ നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ മാത്രം ഒതുക്കാതെ അവിടെ ആളുകൾ ജീവിക്കുന്ന രീതിയും കുട്ടികൾ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതും ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് കാണാനെങ്കിലും ഉള്ളൊരവസരം അവർക്കുണ്ടായി കൊടുക്കുക. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും വളരുകയും അവരൊക്കെ നല്ല നിലയിൽ പലരും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പം ഈ സ്കൂളുകളിലുള്ള ഈ ഫീസിനെ പറ്റിയൊക്കെ പറഞ്ഞു. കേരളത്തിലെ ഗവൺമെൻറ് അല്ലെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്. ഏറ്റവും നല്ല സ്കൂളുകളും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ യഥാർത്ഥത്തിലുള്ളത്. ഞാൻ പല ഗവൺമെൻറ് സ്കൂളുകളിൽ ഈ അടുത്ത സമയത്ത് പലപ്പോഴും പല കാര്യങ്ങൾക്കായി പോകുന്ന ഒരാളാണ്. പക്ഷേ എന്താ ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷകർത്താവ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ഈ ഗവൺമെൻറ് സ്കൂളുകളും അവിടുത്തെ അധ്യാപകരും ഒക്കെ വളരെ മോശമാണ് എന്നൊരു ധാരണയുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട് യഥാർത്ഥത്തിൽ. ആ തെറ്റിദ്ധാരണ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത്. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിൽ നമുക്കെല്ലാം ഒരു പങ്കുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കുകയും ഈ ഗവൺമെൻറ് സ്കൂൾ, ഞാൻ ഗവൺമെൻറ് സ്കൂളെന്ന് പറയുന്നില്ല, ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുണ്ട്, അത് ഗവൺമെൻറ് സ്കൂൾ പോലെ തന്നെയാണ്. കേരളത്തിൽ ഈ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ പൊതു ഖജനാവിൽ നിന്നും മുടക്കിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അത് ശരിയായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പേരൻസ് ഈ കുട്ടികളെ അവിടെ അയച്ച് പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു ആക്ഷേപം പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ ഇൻ്റലക്ച്വലി അത്രത്തോളം കേരളത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ അത്രയും സ്മാർട്ട് അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ബിക്കോസ് എഡ്യൂക്കേഷൻ ഓൾമോസ്റ്റ് ദ സെയിം, കരിക്കുലം ഓൾമോസ്റ്റ് ദ സെയിം, ബട്ട് എഫക്റ്റീവ്ലി പുറത്തു വരുന്ന കുട്ടികളുടെ റിസൾട്ട് വേറെയാണ്. അതെന്താണ് കാരണം? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ 2013 മാർച്ചിലെ പരീക്ഷയിൽ ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് IITയുടെ 43ാമത്തെ റാങ്കും ഓൾ ഇന്ത്യയുടെ 107ാമത്തെ റാങ്കും കിട്ടി. അവളിപ്പോൾ മെഡിസിനെ ചേർന്നുള്ളൂ, IIT ചേർന്നില്ല. ഇതൊരു ക്ഷീരം തുടിക്കും അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറയാൻ എനിക്ക് തോന്നുന്നുള്ളൂ. കേരളത്തിലെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അവർക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. കാരണം നാട്ടിൽ ഇഷ്ടം പോലെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിന് വേണ്ടത് പരിജ്ഞാനമാണ്, അറിവ്, കൂടുതൽ പ്രാക്ടീസാണ്. അവിടെ ഞാൻ ഈയിടെ PC തോമസിൻ്റെ ഒരു ഇത് കണ്ടു. എല്ലാ ആഴ്ചയും അവർക്ക് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യം ഇവിടുത്തെ ഗൾഫിലെ കുട്ടികൾക്കില്ല. അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് മുന്നേ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ വളരെ സുഖലോലുപന്മാരായിട്ട് ജീവിക്കുന്നു. നമ്മുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് നാട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയോ ഞാനോ ഇൻക്ലൂഡിങ് മീ ചെരുപ്പില്ലാതെ വെളിയിൽ മണ്ണിൽ ചവിട്ടാറുണ്ടോ? തിരിച്ചിങ്ങോട്ട് വരുമ്പം കൊതുകൂത്തി അവൻ്റെ കാൽ ഇത്രയും വലിപ്പത്തിലായ ചൊറിയുണ്ടെന്ന് പറയാനല്ലാതെ അവനെ മണ്ണിൽ കൂടെ നടത്താൻ നമ്മളൊക്കെ മണ്ണിൽ ഉരുണ്ട് കിടന്ന് വളർന്നവരാണ്. ഇതേ ഒരു കുട്ടിയോട് ഞാൻ ഈയിടെ പറഞ്ഞു, ഞാൻ പഠിച്ചത് 7 മൈൽ ഞാൻ നടന്നു പോയിട്ടാണ്. മഴയത്ത് ഒരു വാഴയിലയോ ചേമ്പയിലയോ മേലിൽ വെച്ചിട്ട് ചെരുപ്പില്ലാതെ നടന്ന് മണ്ണിലും കല്ലിലും കൂടെ നടന്നാണ് ഇത് പഠിച്ചത്. അതൊക്കെ കുട്ടികൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നോട് ചോദിച്ച ചോദ്യം സാറിൻ്റെ സ്കൂൾ ശബരിമലയിലായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി തീർച്ചയായും കുട്ടികൾക്ക് ഇതുമായിട്ടുള്ള ഒരു പരിചയം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഒരു അപര്യാപ്തത കുട്ടികളെ വളരെയധികം, പക്ഷേ അവർ വളരെ ബിസിയാണ്. ഇതിലൊരു ചെറിയ ഘടകം എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറയുന്നത് ഈ രാവിലെ കുട്ടികൾ എഴുന്നേൽക്കാൻ ഇച്ചിരി വൈകും. പിന്നെ 11 മണിക്ക് ബസ് വരും.
ഈ പേരൻസ് 11 മണിക്ക് ബസ് വന്നില്ല, 2 മിനിറ്റ് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ബസ് വിട്ടില്ലയോ, ആ ഒരു വ്യാകുലപ്പെടുത്തുന്ന ചിന്ത പേരൻസിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി അവൻ പോകട്ടെ. 11-5 പേരാണ് നിൽക്കുകയാണെങ്കിൽ അവൻ 10 പിള്ളേരോട് സംസാരിക്കും. അവരന്യോന്യം സംസാരിക്കുമ്പോൾ കൂടുതൽ അറിവ് കിട്ടും. അത് സംസാരിക്കാനും ഇടപഴകാനും അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള എന്തെല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ആ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി കുട്ടികളെ ഒന്നുകൂടെ ഒരു ഫ്രീ ആയിട്ട് വിടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു ഫ്രീഡം കിട്ടുമ്പോൾ അതാണല്ലോ നമ്മൾ ഈ കൂട്ടിനകത്ത് അടച്ചിരിക്കുന്ന കിളി എപ്പോഴും ഓരോരുത്തർക്കും വിട്ടുകൊണ്ടിരിക്കും. അടച്ചിടുമ്പോൾ അവന് വെളി ചാടാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും. ഫ്രീഡം കൊടുക്കുക അവർക്ക്. തീർച്ചയായിട്ടും ഈ കോച്ചിങ് സെൻറ്റേഴ്സ് കുറച്ചുകൂടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം നാട്ടിൽ ഒരുപാടുള്ളത് കൊണ്ട് ഈ ടീച്ചേഴ്സ് അവിടെ പഠിപ്പിക്കുന്നവർക്ക് ചില സ്പെസിഫിക് ഒരു എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി ഔട്ട് ഓഫ് ദ ടോക്ക് ഓൾസോ. 1 മണിക്കൂർ കോച്ചിങ് സെൻറ്ററിൽ ഒരു സാറ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ 5,000 to 6,000 റുപ്പീസാണ് അവർ ഒറ്റ മണിക്കൂർ. അവർ ഓടി നടന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ലിമിറ്റേഷനകത്ത് നിന്ന് ഇപ്പം നമ്മൾ പറയുകയാണ് പേരൻസ് ഒരു 400 ദിർഹംസ് വെച്ചിട്ട് ഇതിന് എക്സ്ട്രാ കൊടുക്കണം കോച്ചിങ്ങിന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ അവരുടെ സിറ്റുവേഷനിൽ അത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിൽ കോച്ചിങ് സെൻറ്ററൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇൻ്റലിജൻസ് വൈസ് ദേ ആർ വെരി ഗുഡ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി പറയാനും നമ്മളോട് ഈവൻ ദിസ് ടെക്നോളജി വൈസ് വളരെ വെൽ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ റീന പറഞ്ഞതുമാതിരി എന്ത് പറഞ്ഞാലും ചെയ്യാൻ കുട്ടികൾക്ക് അവർക്ക് മനസ്സുമുണ്ട്, അതിനുള്ള കഴിവുമുണ്ട്. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ, ഗൾഫിലെ കുട്ടികൾ എല്ലാവരോടും ഒന്നിച്ച് കടപിടിക്കത്തക്ക രീതിയിൽ കഴിവുള്ളവരാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വിഷയത്തിൽ ഇനിയും സംസാരിക്കാനുണ്ട്. വീൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ. സാൻഫോർഡ് ടീ ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ടീ ടോക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. ബഷീർജി, ഇതിൽ മറ്റൊരു തലത്തിലൂടെ ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് പണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ഭക്തി ഉണ്ടായിരുന്നു. ആ ഭക്തിയിൽ നിന്നും മാറി ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഡിക്ഷണറിയിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ അവർ അറഗൻ്റ് ആവുകയാണോ? അല്ലെങ്കിൽ അവരുടെ പാഠ്യേതര വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എനിക്ക് കൂടുതൽ അറിയാം, ടീച്ചേഴ്സിനേക്കാൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്, സോ ആ ടീച്ചറിനൊന്നും അറിയില്ല എന്ന് പറയുന്ന രീതിയിലൊരു അഹങ്കാരം എവിടെയോ വരുന്നില്ലേ? അതിപ്പോഴത്തെ ഈ ടെക്നോളജിയുടെ വലിയൊരു അപകടമാണത്. കാരണം വിദ്യാർത്ഥിയും ഗുരുനാഥനും ഉപയോഗിക്കുന്നത് ഒരേ ടെക്നോളജി തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അല്ലേ ക്രിസ്, എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അധ്യാപകരെ സൃഷ്ടിക്കുന്നു എന്ന് പറയാറുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഏത് ചർച്ചയിലും. അതൊരു തരം റീപ്രൊഡക്റ്റീവാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, മറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു തലമുറയ്ക്ക് മുമ്പ് ഈ അധ്യാപകരും കുട്ടികളും തമ്മിലുണ്ടായിരുന്ന ഒരു ഹൃദയടുപ്പം ഇപ്പോൾ ഇല്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം അവർ ഒരു യന്ത്രം പോലെ വരുന്നു, കുട്ടികളും അതേപോലെ തന്നെ യന്ത്രം പോലെ. ഒരു വിഖ്യാതമായൊരു ചോദ്യം ഭഗവത്ഗീതയിലുണ്ട്, അതൊക്കെയാണ് പ്രയുക്തേന പാപം ചരിതി പരീക്ഷ. ആരാണ് നിങ്ങളെയൊക്കെ ഇങ്ങനെ പാപം ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നത് എന്നതുപോലെ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഭാരം പേറിപ്പോകുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മേഖല തീർച്ചയായും ഒരു ഉടച്ചുവാർക്കലിന്, അത് ഇതുവരെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു 6.5 കാലം പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നാം ഇപ്പോഴും സങ്കടപ്പെടുകയാണ്, വേദനപ്പെടുകയാണ്. ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് മറ്റാരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടപെട്ടോട്ടെ. അതിലൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗം നമ്മളിപ്പോഴും പറഞ്ഞ പോലെ നമ്മളൊരു പഴയ ഒരു രീതി പണ്ടുകൊണ്ടേ തുടർന്നുകൊണ്ട് വരാം. നമ്മുടെ ഒരു മനുഷ്യ വിഭവശേഷിയുടെ ഒരു ആസൂത്രണത്തിൻ്റെ ഒരു മാൻ പവർ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഒരു പ്ലാനിങ്ങുമായിട്ടൊക്കെ ഒന്നും ബന്ധപ്പെടുത്തിയല്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. പണ്ട് ആരോ നമുക്ക് തന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ഒരു രീതിയുടെ ഒരു തുടർച്ച, അതിന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഒരു രാജ്യത്തിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് ആവശ്യമുള്ള തരത്തിൽ നമ്മുടെ ഒരു ഓവറോൾ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയെ കാണാനും അതിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതിലും നമുക്ക് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ കുട്ടികൾ കുറേ ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കുക. എഡ്യൂക്കേഷൻ ഒരു എമൗണ്ട് ഇൻഫർമേഷൻ ആണെന്നുള്ള രീതിയിൽ ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് ആൻ എമൗണ്ട് ഇൻഫർമേഷൻ. പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഉള്ള അവസരം കൂടി ഉണ്ടാകുന്ന തരത്തിൽ അതിനെ ഒന്ന് വാർത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ
കുട്ടികൾക്കല്ലേ പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടി ഒരു ദിശാബോധം ഉണ്ടാവും, അവർക്ക് കുറച്ചുകൂടി ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇതിപ്പോൾ പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവുന്നതും. അധ്യാപകരോടാണെങ്കിലും പേരൻസിനോടാണെങ്കിലും സമൂഹത്തിനോടാണെങ്കിലും അവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രതികരിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവർ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. എന്നാലും ഒരു മാറ്റം അനിവാര്യമാണ്. അത് അധ്യാപകർക്ക് നേരെയായാലും കുട്ടികൾക്ക് നേരെയായാലും പഠന രീതിയിലായാലും എല്ലാത്തിലും ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. ആ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാൻഫോർട്ടി ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്.